ഇന്നത്തം പൂക്കളെ വരവേറ്റിരുന്ന മലയാളിക്കാലം. എല്ലാ മനസ്സുകളിലെ നിർമ്മാതളവും പൂക്കുകയായി. നമ്മുടെ സംസ്കാരം, ഐക്യം, പാരമ്പര്യം ഇവയെല്ലാം വിളിച്ചോതുന്ന കാർഷികോത്സവം അതിന് തുടക്കമായിരിക്കുന്നു. ഇന്ന് തൊട്ട് 10 ദിവസത്തേക്ക് ഓരോ വീടിൻ്റെ മുറ്റത്തും പൂക്കാലം കളമൊരുക്കാൻ തുടങ്ങും. പണ്ടൊക്കെ നമുക്ക് എല്ലാ വീടുകളിലും അത്തപ്പൂക്കളം കാണാൻ സാധിച്ചിരുന്നു. ഇന്ന് ആ കാഴ്ച ഏറെ വിരളമാണ്. എങ്കിൽ കൂടി ഓർമ്മകളുടെ വരമ്പിൽ ഇപ്പോഴും തുളസിയും തുമ്പയും ഒക്കെ പൂത്ത് നിൽക്കാറുണ്ട്. കതിരിട്ട നെല്ല്, കൊയ്ത്തിനൊരുങ്ങുന്ന ചിങ്ങപ്പാടം, ഇളം കാറ്റിൻ്റെ തലോടലേറ്റ് പാടവരമ്പത്തേക്ക് ചാഞ്ഞു പോകുന്ന നെൽക്കതിരുകൾ. എന്ത് മനോഹരമായ കാഴ്ചയാണ്! ഭൂമി സ്വർഗതുല്യമായതുപോലെ ഓരോ മനസ്സും ഉണരുകയായി. അവിടെ ഓണത്തിൻ്റെ അലേടികൾ സൃഷ്ടിക്കപ്പെടും. പൂവിട്ട് നിൽക്കുന്ന പാടവരമ്പിലൂടെ ആർത്തുല്ലസിച്ച് ഓടിപ്പായുന്ന കുട്ടികൾ അതിരാവിലെ പൂവിറുക്കാൻ ആരംഭിക്കുകയായി. അവരുടെ കാലിൽ തലോടിക്കൊണ്ട് തങ്ങളും കൂടി ഒപ്പം വരട്ടെയെന്ന് അനുവാദം ചോദിക്കുന്ന തുമ്പപ്പൂക്കൾ. ഇവയെല്ലാം വാരിപ്പുണർന്നുകൊണ്ട് കുട്ടികൾ പല വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങൾ, മുക്കുറ്റി, മന്ദാരം, നന്ദ്യാർവട്ടം, കൊളാമ്പിപ്പൂ, പലതരം ചെമ്പരത്തിപ്പൂക്കൾ, കാളി, അരളി, കണ്ണാന്തളി, കുറിഞ്ഞി, കാശിത്തുമ്പ, തെറ്റി, തുളസി എന്ന് വേണ്ട ശംഖുപുഷ്പം എന്നിങ്ങനെ നീണ്ടുപോകുന്നു പുഷ്പങ്ങളുടെ നിര. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ പൂക്കളത്തിൻ്റെ വലിപ്പം കൂടിക്കൊണ്ടേയിരിക്കും. ചില ദേശങ്ങളിൽ പൂവിറുക്കാൻ പോകുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ഒരു പാട്ട് പാടാറുണ്ട്. കറ്റ കറ്റ കയറിട്ടു, കയറാലഞ്ച് മടക്കിട്ടു, നെറ്റിപ്പട്ടം മുട്ടിട്ടു, നേരേ വാതിൽക്കൽ നെയ്വെച്ചു, പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ. എല്ലാവർക്കും ശുഭദിനം.